ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ചക്കപ്പഴം കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയായി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ചക്കവരട്ടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ചക്കവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചക്ക വെട്ടിയൊരുക്കി വെച്ചിട്ടുണ്ട്. അത് വരിക്കച്ചക്കയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വരിക്കച്ചക്ക കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക. ഇനി ഇല്ലെങ്കിൽ കൂഴപ്പഴമാണെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ടാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 2 കിലോയോളം ചക്കയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കാം. ഇത് ഇനി മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നതാണ്. ഇത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 10-15 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കട്ടകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അത് ഉരുക്കി നല്ല പാനിയാക്കി എടുക്കണം. ഇനി നമുക്ക് അതൊന്ന് ഉരുക്കിയെടുക്കാം നന്നായിട്ട്. അതിന് മുൻപായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വിഭവമാണിത്. ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമ്മൾ തീ കുറച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അത് തിളച്ച് തെറിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ ദേഹത്തൊക്കെ വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കുറച്ച് കൊടുത്ത് നന്നായിട്ട് അത് ഇളക്കി പാനിയാക്കി എടുക്കുക. നമ്മുടെ ശർക്കരപ്പാനി റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശർക്കരപ്പാനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചക്കവരട്ടി നമുക്ക് പായസം ഉണ്ടാക്കുന്നതിനും പലഹാരങ്ങൾ, കുമ്പിളപ്പം, ഇലയപ്പം എന്നിവയ്ക്ക് ഉണ്ടാക്കുന്നതിനും കുട്ടികൾക്ക് ചപ്പാത്തിയിലും ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കുന്നതിനൊക്കെ നല്ലതാണ്. പാനി റെഡിയായി. ഇനി ഞാനതിൻ്റെ തീ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഉരുളി, ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം എടുക്കാവുന്ന ചുവട് കട്ടിയുള്ള ഒരു പാത്രമായിരിക്കണം എടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് കുറച്ച് നേരം ഇളക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ അതിലേക്ക് ഉരുളിയെടുത്ത് അതിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് അടുക്കി പിടിക്കാതിരിക്കുന്നതിനും ചക്ക ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നു. അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് ഇളക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ചക്ക അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 2 കിലോയോളം ഉണ്ട് ചക്ക അരച്ച് വെച്ചിരിക്കുന്നത്. നന്നായിട്ടത് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ അതിനെ കുമിള പോലെ ഇങ്ങനെ കുത്തി വരും. അത് തീ കുറച്ച് നമ്മൾ വെക്കുക, അല്ലെങ്കിൽ അതിനകത്ത് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് കൈ വിടാതെ നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഞാനിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ്. അതിലേക്ക് ഇനി ഞാൻ നമ്മുടെ ചക്കവരട്ടി നന്നായിട്ട് പറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് ചക്കവരട്ടി നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നതിനും അടിയിൽ പിടിക്കാതിരിക്കുന്നതിനും നല്ല ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്.
നന്നായിട്ട് ഇളക്കുക. അടുക്കി പിടിക്കാതെ അത് അടുക്കി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടാണ് ഏലക്ക പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. നമ്മുടെ ചക്കവരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ചക്കവരട്ടി നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ചക്കവരട്ടിയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഏലക്ക പൊടിച്ചതിൻ്റെ മണവും നെയ്യുടെ മണമൊക്കെ ചേർന്ന് നല്ലൊരു നല്ലൊരു തിളക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിക്കൊണ്ടാണിരിക്കുന്നത്. തീയൊക്കെ കുറച്ച് വെച്ച് വേണം കേട്ടോ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തീ കൂടിക്കഴിഞ്ഞാൽ അത് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ചക്കവരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചക്കവരട്ടി റെഡിയായി. ഇനി തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകുകയാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ടിന്നിലടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.